എല്ലാവർക്കും നമസ്കാരം. മണ്ണുത്തി നെട്ടിശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ഉച്ചയ്ക്ക് 2 മണി. അപ്പോൾ അതാ വരുന്നു ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ പലചരക്ക് കട നടത്തുന്ന ജയശ്രീ 55 വയസ്സെന്ന സ്ത്രീ. ആ സ്ത്രീയുടെ പലചരക്ക് കടയിലേക്ക് ഈ ബൈക്കിൽ വന്ന വിരുദ്ധൻ അയാൾ കയറുകയും കഴുത്തിലുള്ള 4 പവന്റെ മാല പൊട്ടിച്ചുകൊണ്ട് ബൈക്കിൽ പറക്കുകയാണ്. ഈ നിമിഷം തന്നെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും വയർലെസ് സെറ്റുകളിലേക്കും സന്ദേശം പോവുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇതാ ഒരു മാല പൊട്ടിച്ചുകൊണ്ട് 4 പവന്റെ മാല പൊട്ടിച്ചുകൊണ്ട് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞിരിക്കുന്നു. സുരക്ഷാ പരിശോധനകൾ ഉടൻ തന്നെ നടത്തേണ്ടതാണ്, വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് പരിശോധനകൾ നടത്തേണ്ടതാണ് എന്ന് സന്ദേശങ്ങൾ എല്ലാ വയർലെസ് സന്ദേശങ്ങളിലേക്ക് പോവുകയാണ്. ഇതറിഞ്ഞ് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചാർജ് എടുത്തിട്ടുള്ള പ്രൊബേഷൻ SI അരുൺകുമാർ ഈ സന്ദേശം കേൾക്കുകയും തുടർന്ന് അപ്പോൾ തന്നെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ഈ പ്രതിയുടെ വിശദാംശങ്ങൾ അറിയുകയും തുടർന്ന് കൊരട്ടി ജംഗ്ഷനിൽ പരിശോധന ആരംഭിക്കുകയും ചെയ്തു. ആ പരിശോധനയുടെ ഇടയിലേക്കാണ് ഈ പെരുങ്കള്ളനായ മാലക്കള്ളൻ രാമവർമ്മപുരം വില്ലടം സ്വദേശി റിജോ വിൽസൺ എന്ന ചെറുപ്പക്കാരൻ ഈ മാല മോഷ്ടിച്ചുകൊണ്ട് അതിവേഗത്തിൽ കടന്നു വരികയാണ്. അമാന്തിച്ചില്ല. അത് വന്നത് അരുൺകുമാർ എന്ന് പറയുന്ന ഈ പ്രൊബേഷൻ SIയുടെ കൈകളിലേക്കായിരുന്നു. പരിശോധനകൾ, വിശദമായ ചോദ്യം ചെയ്യലുകൾ എന്നിവ നടത്തി കഴിഞ്ഞപ്പോൾ സംഗതി മനസ്സിലായി. ഈ വില്ലടം സ്വദേശി റിജോ വിൽസൺ എന്ന ഈ പെരുങ്കള്ളനാണ് ആ മണ്ണുത്തി നെട്ടിശ്ശേരിയിലെ ആ 55 വയസ്സുള്ള ജയശ്രീ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പലചരക്ക് കടയിൽ നിന്നും അവരുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായ ഉടനെ തന്നെ പ്രതിയെ പിടികൂടുകയും മണ്ണുത്തി പോലീസിന് കൈമാറുകയും ചെയ്തു. സംഭവം നടന്ന് 1 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ഇടപെടലുകളോടെ അന്വേഷണ ത്വരതയോടുകൂടി കർമ്മനിരതനായി പ്രവർത്തിച്ച കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ അരുൺകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരുന്നു ഒരു ബിഗ് സല്യൂട്ട്. ഇങ്ങനെയാവണം പോലീസ്, ഇങ്ങനെയായി മാറണം കേരള പോലീസ്. തീർച്ചയായും കേരള പോലീസിലെ എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കുന്ന കർമ്മനിരതരായ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ അരുൺകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കൂടെ ഈ വിഷയത്തിൽ ഇടപെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ IPS പ്രത്യേകം അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. മണ്ണുത്തി നെട്ടിശ്ശേരിയിൽ പലചരക്ക് കടയുടമയായ സ്ത്രീയുടെ മാല കവർന്ന പ്രതിയെ കൊരട്ടി പോലീസ് സാഹസികമായി പിടികൂടി. ഇന്ന് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ പ്രൊബേഷൻ SI അരുൺകുമാർ ജോലിയിൽ പ്രവേശിച്ച് മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാനായി എന്നത് പോലീസിന് ഇരട്ടിത്തിളക്കമായി. കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ചുമതലയേറ്റ പ്രൊബേഷൻ SI അരുൺകുമാർ ജെ, CPOമാരായ ശ്രീജിത്ത് NV, ആന്റണി ജിതിൻ, KAP CPO ഗോകുൽ TC സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമായിരുന്നു സംഭവം. നെട്ടിശ്ശേരിയിൽ പലചരക്ക് കട നടത്തുന്ന ജയശ്രീയുടെ 55 വയസ്സ് കഴുത്തിൽ നിന്നും ബൈക്കിലെത്തിയ ആൾ 4 പവന്റെ മാല പൊട്ടിച്ചെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ മണ്ണുത്തി പോലീസ് വയർലെസ് വഴി വിവരം തൃശൂർ റൂറൽ പോലീസിന് കൈമാറി. സന്ദേശം ലഭിച്ചയുടൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രൊബേഷൻ SI അരുൺകുമാർ മണ്ണുത്തി പോലീസുമായി ബന്ധപ്പെട്ട് പ്രതിയെക്കുറിച്ചും ബൈക്കിനെക്കുറിച്ചും കൃത്യമായി വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് കൊരട്ടിയിൽ വാഹന പരിശോധന ആരംഭിക്കുകയും സംശയകരമായ സാഹചര്യത്തിൽ കണ്ട ബൈക്കിനെ പിന്തുടർന്ന് പിടികൂടുകയുമായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കവർച്ച നടത്തിയത് രാമവർമ്മപുരം വില്ലടം സ്വദേശി റിജോ വിൽസൺ ആണെന്ന് മനസ്സിലായി. തുടർന്ന് പ്രതിയെ മണ്ണുത്തി പോലീസിന് കൈമാറി. വിവരം ലഭിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടിയ ഉദ്യോഗസ്ഥരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS അഭിനന്ദിച്ചു. മികവുറ്റ രീതിയിൽ കൃത്യനിർവഹണം നടത്തിയ പ്രൊബേഷൻ SI അരുൺകുമാർ ജെ, CPOമാരായ ശ്രീജിത്ത് NV, ആന്റണി ജിതിൻ, KAP CPO ഗോകുൽ TC എന്നിവർക്ക് പ്രത്യേക ക്യാഷ് അവാർഡും പ്രശംസാപത്രവും അദ്ദേഹം പ്രഖ്യാപിച്ചു.